ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം കേട്ടോ. അങ്ങനെ നയനയും ആദർശം തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ആ സമയത്ത് ഭർത്താവിൻ്റെ നിലയിലൊന്ന് കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ എന്തായാലും ആദർശന് ഈ നവ്യ അത്രയ്ക്ക് വിശ്വാസയോഗ്യമല്ല. ആദർശന് ആ ഫോട്ടോയിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്. ഇതേ സമയം നയന പോയത് നവ്യക്കരികിലേക്കാണ്. എൻ്റെ ചേച്ചി ഈ ഏത് സമയവും എന്തിനാ ഇങ്ങനെ മുറിക്കാത്തിരിക്കുന്നത്? പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ എന്താ? ഞാൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങാനോ? എനിക്കൊന്നിനും കഴിയുന്നില്ല. അപ്പോൾ ചേച്ചി പേടിക്കൊന്നും വേണ്ട, അവനെ നമുക്ക് നേരിടാം. ഏത് പെൺകുട്ടികൾക്കും സംഭവിക്കുന്നത് തന്നെയാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഇത് ഡിജിറ്റൽ യുഗമല്ലേ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വഴി ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. ആടിനെ പട്ടിയാക്കാം, പിന്നെയാണോ മുഖം മാറ്റാൻ പറ്റുന്നത്? എന്നാലും ഇതൊക്കെ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരിക്കലും നമ്മുടെ ദേഹത്ത് വീണ ചെളി കഴുകി കളയാൻ പറ്റില്ല. നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരെയല്ലേ. നമ്മൾ ആർക്കൊപ്പമാണോ ജീവിക്കുന്നത് അവരെയല്ലേ. അല്ലാതെ സമൂഹത്തെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. നന്ദു എത്രയോ ആണുങ്ങളെ തല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ അവളെ പെൺകുട്ടിയെന്ന് വിളിച്ചിട്ടുണ്ട്. അതെങ്ങാണ് അവൾ മൈൻഡ് ചെയ്തോ? ആണുങ്ങൾ മോശമായിട്ട് പെരുമാറുമ്പോഴല്ലേ നന്ദു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളെ ന്യായീകരിക്കുന്നവരല്ലേ കൂടുതലും. എന്നാൽ ഇവിടെ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ പോലും ആരും വിശ്വസിക്കത്തില്ല. ചിലരെങ്കിലും നമ്മളെ അവിശ്വസിക്കും. എന്തായാലും അവൻ ഇനി ആരോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ആ രീതിയിൽ അവനെ തകർക്കണം. അപ്പോൾ അതിന് പറ്റുമോ? അവൻ അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ആളാണ് എന്ന് നയനെ ഇങ്ങനെ പറയുക. അപ്പം നവ്യ പറയുകയാണ്. അപ്പം നയനെ പറഞ്ഞു, പറ്റും, അവനെ തകർക്കാൻ പറ്റും. ഈ പറയുന്ന പെണ്ണിന് മാത്രമല്ല, ആത്മാഭിമാനവും ആണിനും ഉണ്ട്. അത് ചേച്ചി മനസ്സിലാക്കണം. പഴയ കാലമൊന്നും അല്ല ഇതെന്ന് അവൻ മറന്നുപോയി. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രീതി ആക്കി കൊടുക്കണം നമ്മൾ. ഈ സംഭവം നടന്നപ്പോൾ ആ സമയത്ത് തന്നെ ചേച്ചിനോട് പറയണമായിരുന്നു. അതിങ്ങനെ വെച്ച് താമസിപ്പിച്ചതാ എല്ലാ തലവേദനയ്ക്കും കാരണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, അവൻ്റെ ഒരടവും നമ്മുടെ അടുത്ത് നടക്കാൻ പോടില്ല, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവുകയാണ്. ഇത് പിന്നെ കാണിക്കുന്നത് ആദർശ ഓഫീസിലിരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും മറച്ചു വെക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ നവ്യയുടെ കാര്യം എന്നോട് തുറന്നു പറഞ്ഞു. ആ നിലയ്ക്ക് അതേപ്പറ്റി ഒരന്വേഷണം നടത്താതിരിക്കുന്നത് എന്തായാലും ശരിയായ കാര്യമല്ല. അപ്പോഴാണ് ജോലിക്കാരി അങ്ങോട്ടേക്ക് വരുന്നത്. സാർ, എന്താ പുതിയ ഡിസൈൻ? ഈ ഡിസൈൻ കണ്ടിട്ട് ചോട്ടിക്കൊട്ടിയും ഞാൻ മുഖത്തേക്ക് എറിയേണ്ടി വരും. അങ്ങനെയായിരിക്കും വരച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചില്ലല്ലോ ഡിസൈനുമായിട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ സാർ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ദേഷ്യപ്പെടാൻ മറ്റുള്ളവരുടെ അനുവാദം ചോദിക്കണോ? സാർ എന്തെങ്കിലും ടെൻഷനിലാണോ? എന്താ ടെൻഷൻ തനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? എന്ത് പറ്റി, മാഡമായിട്ട് വഴക്കിട്ടോ എന്നൊക്കെ അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാഡമായിട്ട് മാത്രമല്ല, ഞാൻ പലരുമായിട്ടും വഴക്കിട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ താനുമായിട്ടും വഴക്കിട്ടു. ഇപ്പോൾ ഡെയിലി ഒരാളുമായിട്ട് വഴക്കിട്ടില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. ഞാനതൊരു ഹോബിയായിട്ട് എടുത്തിരിക്കുക. അപ്പം സോറി സാർ, ഞാൻ സാറിൻ്റെ മനസ്സ് ശരിയായിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണങ്ങ് പോവുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഇതുപോലെ ദേഷ്യപ്പെടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ സുഖമായിരുന്നല്ലേ. എന്തായാലും ആദർശ് തൻ്റെ പരിചയത്തിലുള്ളൊരു പോലീസുകാരനെ വിളിക്കുകയാണ്. ആദർശ് പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ വിളിച്ചതേ എൻ്റെ ഒരു അനിയൻ്റെ ഭാര്യയെ ഒരുത്തൻ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസും അനാവശ്യമായ ഫോട്ടോസൊക്കെ അയച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ ഡീറ്റെയിൽസും ഒന്ന് തപ്പിയെടുക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരെപ്പറ്റി അറിയാവോ? പേര് നിർമ്മൽ എന്നാണ്, ഫോൺ നമ്പർ ഞാൻ തരാം. സാറ് എന്തായാലും ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കണം. എന്തായാലും ആദർശൊരു കംപ്ലയിൻറ്റ് എഴുതാം, അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അതേ, കംപ്ലയിൻറ്റ് തന്നു കഴിഞ്ഞാൽ വീട്ടിലറിയും. മുത്തശ്ശൻ്റെ അവസ്ഥ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മുത്തശ്ശൻ്റെ അവസ്ഥ. അയ്യോ, കംപ്ലയിൻറ്റ് തരാതെ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ആളുടെ നമ്പർ തന്നാൽ അയാളുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കേസാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം കേസൊന്നും ആക്കണ്ട സാർ അവൻ്റെ ഡീറ്റെയിൽസ് എടുത്തതാണ്. അത് ശരി, ഞാൻ എടുത്തു തരാം. എന്നാൽ ശരി, താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇതൊക്കെ സത്യമാണോ എന്നറിയണം. നവ്യ ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റത്തില്ല പൂർണ്ണമായിട്ടും. എന്തായാലും നവ്യയെ വീണ്ടും നിർമ്മൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ കട്ട് ചെയ്യും. അവസാനം വീണ്ടും വിളിച്ചപ്പോഴേക്കും, ഞാൻ വിളിക്കുമ്പോൾ നീ കോള് കട്ട് ചെയ്യുമല്ലേ, ചിലപ്പോൾ നിൻ്റെ തല വരെ കട്ട് ചെയ്യും. നിനക്ക് അഹങ്കാരം കൂടിയോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നൊക്കെ നിർമ്മൽ ചോദിച്ചപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ ഭയക്കേണ്ട കാര്യം എന്താ? ഇതുവരെ ഫോട്ടോസ് നിൻ്റെ കയ്യിലേ എത്തിയിട്ടുള്ളൂ, ഇനി അത് ലോകം മൊത്തം അറിയാൻ പോവുകയാണ്.
അതിനുള്ള പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി അതൊക്കെ പ്രചരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തുക കേട്ടോ. പിന്നെ നിനക്ക് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ വീടിനകത്തും നിനക്കിരിക്കാൻ പറ്റില്ല, നീ ഇപ്പം തന്നെ കുറേ കള്ളങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് നടക്കുന്നവളാണ്, പാര വെച്ച് കെട്ടിയിട്ട് ഗർഭമുണ്ടെന്ന് പറന്ന് നടന്നവളല്ലേടി നീയ. അത് അത്ര പെട്ടെന്നൊന്നും ആനന്ദപുരിക്കാർ മറക്കുമോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൻ അറിയാമെന്ന് മനസ്സിലായിട്ടോ ഈ നവ്യയ്ക്ക്. ഇനി എന്തായാലും ഈ കാര്യം കൂടി ആകുമ്പോൾ നിൻ്റെ ചാട്ടമൊക്കെ തനി അങ്ങ് നിന്നോളും. അതുപോലെ മൂർത്തി സാറൊക്കെ സംസ്കാര സമ്പന്നരാണ്, അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. അപ്പം നവ്യ പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സമ്മതിക്കുകയില്ല. നീ സോഷ്യൽ മീഡിയയുടെ ഇതൊക്കെ പുറത്ത് വിട്. എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കും പറ്റൂലോ അവർക്ക്, നിനക്കും പറ്റൂല അവർക്ക്. എൻ്റെ ജീവിതം തൊലഞ്ഞാലും ശരി, നിന്നെപ്പോലുള്ള ഒരാളുടെ ബ്ലാക്ക് മെയിലിന് ഞാൻ നിന്ന് തരില്ല. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞടാ. ഇവൻ ഞെട്ടുപോട്ടോ ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ. ഇന്ന് പെൺകുട്ടികൾ ഇത്തരം ഭീഷണിക്ക് വഴങ്ങി വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്നവരൊന്നുമല്ല. അതറിയാതെ പോയതാണ് നിനക്കൊക്കെ പറ്റിയ തെറ്റ്. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യുക. അതിനുള്ള മറുമരുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, നീ എന്താണെന്ന് വെച്ച് ചെയ്തോ. അപ്പോഴേക്ക് നിർമ്മലം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് നവ്യ ചോദിച്ചപ്പം, നീ തൻ്റെ ഇടം കാണിക്കുന്നത് ഞാൻ ഭയന്ന് പിന്മാറുമെന്ന് കരുതിയിട്ടല്ലേ? അങ്ങനെ പിന്മാറുന്നവനല്ല ഈ ഞാൻ. വേണ്ട, നീ പിന്മാറരുത്. നീ പിന്മാറിയാലും നിൻ്റെ പിന്നാലെ ഞാൻ കാണും, അത് നീ മനസ്സിൽ കുറിച്ചിട്ടോ എന്നും പറഞ്ഞിട്ട് നവ്യ കോള് കട്ട് ചെയ്യുകയാണ്. നിർമ്മലിനൊരു ഭയം, എന്താ ഇവൾ ഉദ്ദേശിച്ചതെന്ന്. സംഗതി തിരിച്ചടിക്കുമോ എന്നൊരു സംശയം നിർമ്മലിന്. എന്തായാലും ആദർശ് ഓഫീസിലിരുന്ന സമയത്ത് ആദർശിൻ്റെ ആ വലിവിൻ്റെ ആ ഒരു ഇതുണ്ടാവുകയാണ്. അവനടുത്ത് ഇൻഹേലർ ഉപയോഗിക്കുകയാണ്. ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവൻ ഓർക്കുന്നത് എല്ലായിടത്തും ഇൻഹേലറൊക്കെ വെച്ച് ഇവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നയന കാണിച്ച ആ ഒരു മനസ്സിനെയാണ്. എന്തായാലും നിർമ്മലിൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് നവ്യയ്ക്കുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്ന് നോക്കണം. കാരണം നയന തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, തനിക്ക് അനന്തപുരി തറവാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. എന്തായാലും ഞാനിത് കാര്യമായിട്ട് ചെയ്തേ തീരൂ എന്ന് നമ്മുടെ ആദർശ് തീരുമാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അനിയും നന്ദു, നമ്മൾ രണ്ടാളും ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണ്, അതുകൊണ്ട് നിൻ്റെ മനസ്സിലൊരു ചലനം ഉണ്ടാകുമ്പോൾ അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ നന്ദുവിനോട് അനി ഇങ്ങനെ പറയുക. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ നീ വേദനിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്, അതുകൊണ്ട് നന്ദുവിന് പറയാനുള്ളത് എന്നോട് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോഴേക്കും നന്ദു പറഞ്ഞില്ല, എനിക്കൊന്നും പറയാനില്ല. നന്ദു, എന്ത് വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമായിരുന്നില്ലേ നിൻ്റേത്? ഇപ്പോൾ എന്താ ധൈര്യമൊന്നും കാണിക്കാത്തേ? അത് പിന്നെ ധൈര്യമൊന്നും അനിയും കാണിക്കുന്നില്ലല്ലോ, മനസ്സിലൊരു ഭാരം ഉണ്ടെന്ന് അനി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കാരണം എന്താണെന്ന് പറഞ്ഞൂടെ? അപ്പോഴേക്കും അനി അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നന്ദു മനസ്സിലിങ്ങനെ പറയും, എന്നെ ഇഷ്ടമാണെന്ന് പറ, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറ അനി എന്ന് മനസ്സിലിങ്ങനെ പറയാം. എന്നിട്ട് ചോദിച്ചു, അനി എന്താ ഒന്നും പറയാത്തേ? എനിക്ക് അനാമികയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് എന്ന് അനി പറഞ്ഞതും നന്ദു മനസ്സിലിങ്ങനെ ചോദിക്കുക, ആ പെൺകുട്ടി ഞാനല്ലേ? എന്നിട്ട് ഇവനോട് ചോദിച്ചു, ആരാ പെൺകുട്ടി? ഇത്രോ നാളും എനിക്കൊപ്പം നടന്നിട്ടും നിനക്കത് അറിയില്ലേ നന്ദു? നിനക്കത് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാകാത്തോണ്ടല്ലേ ചോദിച്ചത് ആരാന്ന്. എൻ്റെ മനസ്സിലൊരു പെണ്ണുള്ളതുപോലെ നിൻ്റെ മനസ്സിലൊരു ചെറുപ്പക്കാരൻ കടന്നു കൂടിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനൊന്നുമില്ല, ഉണ്ട്. നിൻ്റെ മനസ്സിൽ കയറി കൂടിയ ആ ചെറുപ്പക്കാരൻ ഞാനാണ്. അതുപോലെ എൻ്റെ ഉള്ളിൽ കയറി കൂടിയ പെണ്ണ് എന്ത് നേരവും ആൺവേഷത്തിൽ നടക്കുന്ന നീയാണ്, എൻ്റെ നന്ദുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും നന്ദു ആകെ നാണത്തിൽ, നിനക്ക് എന്നു മുതൽ ഈ നാണമൊക്കെ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വേണ്ട അനി, അനന്തപുരിയിലെ 2 ചേച്ചിമാർ എൻ്റെ അനന്തപുരിയിലെ 2 മരുമക്കൾ എൻ്റെ ചേച്ചിമാരാണ്. ഇനി ഞാനുമായിട്ട് അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വരുമൊന്നും വേണ്ട, അനാമികയായിട്ടുള്ള കല്യാണം മുടക്കാനുള്ള വഴി നീ ഒന്ന് പറഞ്ഞാൽ മതി. ആ കല്യാണം നീണ്ടുപോയ സാവകാശം നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. പക്ഷേ ആരും അത് സമ്മതിച്ച് തരില്ല അനി, ഒരിക്കലും സമ്മതിക്കാത്തൊരു വിവാഹമാണ്. നയനേച്ചിയോ എൻ്റെ അമ്മയോ ഒന്നും ഒരിക്കലും അതിന് കൂട്ട് നിൽക്കത്തില്ല. കൂട്ട് നിന്നില്ല എങ്കിൽ നമ്മൾ രണ്ടാളും ഒന്നിക്കുന്നത് വരെ കല്യാണം കഴിക്കാതെ മുന്നോട്ട് പോകും. അങ്ങനെ അങ്ങ് പോകും, അവസാനം അവർ സമ്മതിക്കും. നിനക്കെന്താ കാത്തിരിക്കാൻ പറ്റിയില്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ ഇത്രയും സംസാരിച്ചു, നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്ന കാര്യം നീ തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന് അനി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അനിയുടെ കൈകളിലേക്ക് നന്ദു ഇങ്ങനെ കയറി പിടിച്ചോ, ഇഷ്ടമാണ് എന്ന്
ഉറപ്പോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കിഷ്ടമാണ് അനി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് ഈ രീതിയിലൊന്നും അല്ല പറയേണ്ടത്, പക്ഷേ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ വീഡിയോയ്ക്കും അതെ, കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ട്, ഫീലിംഗ് ഒന്നും വരുന്നില്ല എന്നും അറിയാം. പക്ഷേ ഭയങ്കര കുറച്ച് ബിസി ദിവസമാണെന്ന്. അപ്പം എന്തായാലും നമ്മുടെ നന്ദു പറയാണ്, ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നതെന്ന് അറിയോ ഈ ഒരു വാക്ക് കേൾക്കാനായിട്ട്. ആരാദ്യം പറയുമെന്നൊരു പ്രശ്നം ഇതിനുണ്ടല്ലോ, അതാണ് എന്നെയും ബാധിച്ചത്. ആണ് മുൻകൈ എടുക്കണം, പെണ്ണ് കുറച്ച് നാണമൊക്കെ കാണിക്കണം. എൻ്റെ മനസ്സിൽ കയറി കൂടിയ ആദ്യത്തെ ചെറുപ്പക്കാരൻ തന്നെയാണ് നീ എന്നൊക്കെ നന്ദുവും തുറന്നു പറയുകയാണ്. എന്തായാലും നീ നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് റിസ്ക് എടുത്തും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കൈ പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് നീ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് നടന്നു പോയില്ലോ എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ വെറുതെയാണ്, വെറും പറ്റീര് സ്വപ്നമാണ്. സ്വപ്നം സുഹൃത്തുക്കളെ, നമ്മുടെ നന്ദു കണ്ട സ്വപ്നം മാത്രമാണിത്. രാത്രിയിൽ നന്ദു എഴുന്നേറ്റ് ഞെട്ടിത്തരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, കുറേ സ്വപ്നം കൊണ്ട് മനുഷ്യനെ കോമാളിയാക്കുന്ന വെറും എന്തേലും ആട്ടെ. ഇതേ സമയമുണ്ടല്ലോ, ഇതേ സമയമല്ല, പിറ്റേ ദിവസം നമ്മുടെ നവ്യ ഇങ്ങനെ ഇരിക്കുക. നവ്യ തന്നെ ഇരുന്ന് വർത്താനം പറയുക. ജലജ വന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നോട് ആരുടെയും കളി നടക്കത്തില്ല റാസ്കൽ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇവൾ എന്നെയാണോ റാസ്കൽ എന്ന് വിളിച്ചത്? താഴാനാണ് നിന്നെക്കാലൊക്കെ താഴേക്ക് പോകും. എനിക്കറിയാം നിന്നെയൊക്കെ എങ്ങനെ തളയ്ക്കണമെന്ന്. എന്നെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇരുന്ന് ഒച്ചയ്ക്ക് പറയുകയാണ് നവ്യ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, മനസ്സിലായടി, നന്നായിട്ട് മനസ്സിലായി. നീ ആരെയാടി റാസ്കൽ എന്ന് വിളിച്ചത്? ഓഹ്, അതിനിടയ്ക്ക് ഈ തള്ള കൂതി വന്നത് കണ്ടില്ലല്ലോ എന്ന് നവ്യ മനസ്സിലോർക്കുക. നീ എന്താടി ആലോചിക്കുന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഒരു പെൺകുട്ടികളും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതുവരെ നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നിട്ട് ഇവിടെ നിന്നെ നിലനിർത്തുമ്പോൾ ഞങ്ങളൊക്കെ റാസ്കലാണെന്ന് നിനക്ക് തോന്നും. മണ്ടന്മാരും മണ്ടികളുമാണെന്ന് നിനക്ക് തോന്നും. എൻ്റെ പൊന്നമ്മ, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്? നിൻ്റെ ജീവൻ വേണം, അതെനിക്ക് നിനക്ക് തരാൻ പറ്റുമോ? നീ കളിയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് വഴക്കിടാൻ പറ്റില്ല. വെറുതെ വഴക്കിടാൻ വന്നാൽ ഞാൻ അടങ്ങിയിരിക്കില്ല. എനിക്ക് നാവുണ്ട്, എനിക്കും ഭാഷ അറിയാം. വെറുതെ ഒടക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോ. എടി നീ എന്നാടി, നീ കാരണം ഞാൻ സമനില തെറ്റി നടക്കുക. അപ്പോൾ അതിനേക്കാൾ സമനില തെറ്റി നടക്കുക ഞാൻ. അങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്നെപ്പോലെ തലയ്ക്ക് വെളിവില്ല നടക്കുകയല്ല. എൻ്റെ മോനെവിടെ? ഞാൻ അവനെ എൻ്റെ സാരി തുമ്പി കെട്ടിക്കൊണ്ട് നടക്കുമൊന്നും അല്ല നിങ്ങളുടെ മോനെ. നിനക്ക് മാന്യമായിട്ട് മറുപടി പറഞ്ഞൂടെ? നിൻ്റെ അമ്മയെപ്പോലെയാണോ നീ സംസാരിക്കുന്നത്? അപ്പം നവ്യ പറഞ്ഞു, ഞാനിവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നത് അമ്മയാണ്. ഓഹോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ എൻ്റെ അപ്പുറം പറയുമോ? നിങ്ങളെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം കഥകളൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. നീ എന്താടി കേട്ടത്? ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്താ കേട്ടത്? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും നിങ്ങൾ ആരാണ് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോഴേക്കും നമ്മുടെ ജലജ ദേഷ്യത്തോടെ നോക്കുക. പറയാനാണെങ്കിൽ എനിക്ക് കൂടുതൽ പറയേണ്ടി വരും. ഇങ്ങനെ നോക്കണ്ട. നീ എന്താടി പറയുന്നത്? പറയടി. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ ഒരാളെങ്കിലും ഉണ്ട്, ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതുണ്ടോയെന്നല്ലേ സംശയം? എടീ എന്തു പറഞ്ഞെടീ എന്നും ചോദിച്ചിട്ട് നമ്മുടെ ജലജ നവിയെ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അഭി വന്ന് പിടിച്ചു. നീ എന്തിനോടാ എൻ്റെ കൈ കടന്നു പിടിച്ചത്? ഇവള് പറഞ്ഞത് നീ കേട്ടോ? എൻ്റെ പൊന്നമ്മ, ഏത് നേരം അവളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, ഇവളെ തല്ലാൻ നോക്കുന്നത്? അതുപോലുള്ള കാര്യമല്ലേ ഇവള് പറഞ്ഞത്? ഇവളെ കൊല്ലണം എനിക്ക് എന്നും പറഞ്ഞിട്ട് നവിയുടെ കഴുത്തിന് കുത്തിക്കയറി പിടിക്കുക. വീട് എന്നും പറഞ്ഞിട്ട് അഭി, അമ്മയെ നോവിക്കുന്നവളെ നീ സപ്പോർട്ട് ചെയ്യുമോ അല്ലേ? ആവശ്യമില്ലാതെ എന്നെ തല്ലിയ വിവരം അറിയും എന്ന് നവ്യ പറഞ്ഞപ്പോൾ ഇവിടെ പലതും പറഞ്ഞു കാണും, പല കഥകളും നീ കേട്ട് കാണും. അത് വെച്ചിട്ട് നീ കൊച്ചാക്കൂലേ? അപ്പം ഞാനൊന്നും വന്നിട്ടുമില്ല. എൻ്റെ അടുത്തേക്ക് വഴക്കിന് വന്നത് നിങ്ങളാണ്. എൻ്റെ മനസ്സ് മുറിയുന്ന രീതിയിൽ സംസാരിച്ചാൽ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ വായി മൂടി നിൽക്കില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, കേട്ടില്ലേടാ, ഇവളെന്നെ പറഞ്ഞ എന്താണെന്ന് നിനക്കറിയത്തില്ലേ? അപ്പോഴേക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കേട്ടത് മൊത്തം പറയുകയാണെങ്കിൽ പിന്നെ നമ്മ തല പൊക്കില്ല. ഇവളെപ്പോലെ ഒരുത്തിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നിനക്ക് കഴിവില്ലാതെ പോയി. നിനക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ ഇവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുവാടാ എന്നും പറഞ്ഞിട്ട് ജലജ ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തുടങ്ങും. അമ്മ ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞിട്ട് അമ്മയെ അഭി വിളിച്ചുകൊണ്ട് പോവാട്ടോ. അപ്പോൾ അഭി ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, നിനക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, ഇപ്പം ഇത് പ്രശ്നമാകും, ഇവിടെ നീയും അമ്മയും തമ്മിലുള്ള വഴക്ക് എന്നും പറഞ്ഞിട്ട് അഭി ജലജയെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.